Welcome back to our videos. So last video നമ്മൾ parametric curve എന്താണ് അതിന്റെ ബേസിക് ഡെഫിനിഷൻസ് എന്താണെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ സർക്കിളിന്റെ പാരാമെട്രൈസേഷൻ എങ്ങനെയാണെന്നാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് അല്ലേ. അതായത് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് x = r cos t അല്ലെങ്കിൽ y = r sin t എന്നുള്ളതാണ് സെന്റർ 0 0 ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ x0 y0 എന്നുള്ളത് സെന്ററും r എന്ന റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? x = r cos t plus x0 എന്നും y = r sin t plus y0 ആണ്. പാരാമീറ്റർ എന്താണ്? പാരാമീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 t ≤ 2π ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് സർക്കിളിന്റെ കാര്യങ്ങൾ മാത്രമാണ്, സർക്കിളിനെ എങ്ങനെ പാരാമട്രൈസേഷൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ദ പൊസിഷൻ p of xy of a particle moving in the xy plane is given by the equations x = a cos t, y = b sin t, where 0 < t < 2π. ഓക്കെ, അപ്പൊ ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ പാത്ത് ഏതാണെന്ന് അല്ലെ, അല്ലെങ്കിൽ ഇതിന്റെ കാർട്ടീഷ്യൻ ഫോം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കർവ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പാരാമെട്രിക് കർവ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം നമുക്ക്. അപ്പൊ ആദ്യം ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും തമ്മിൽ മെയിൻ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് x = r cos t plus x0 y0 എന്നുള്ള സെന്റർ ആണ്. എന്താണ് ഇനി അത് ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? x = r cos t and y = r sin t, where 0 < t < 2π. ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് സെന്റർ 0 0 എന്നും റേഡിയസ് r. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റേഡിയസ് ആണ്, r ആണ്, രണ്ടും സെയിം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ a എന്നുള്ളതൊരു കോൺസ്റ്റന്റ്, b എന്നുള്ളത് അനദർ കോൺസ്റ്റന്റ്. അതാണ് ഈ രണ്ട് ഇക്വേഷൻ നമ്മളുടെ മെയിൻ ഡിഫറൻസ്. രണ്ടും ഒന്നല്ലേ എന്ന് പെട്ടെന്ന് തോന്നിപ്പോയത്. റേഞ്ച് ഒക്കെ രണ്ടും സെയിം ആണ്. പക്ഷെ ഇവിടെ x = a cos t എന്നാണ്, a is a constant, and y = b sin t, b is another constant. ഇവിടെ രണ്ടും സെയിം ആണ്. x = r cos t എന്നും y = r sin t എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കാർട്ടീഷ്യൻ ഫോം എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലായി. പെട്ടെന്ന് ഇതിനൊരു കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഏതാണ് കർവ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറ്റാൻ എളുപ്പം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? cos t = x/a എന്ന് എഴുതാം. ഇതിൽ കൂടെ x/a = cos t. അതുപോലെ തന്നെ y/b sin t = എന്ത് എഴുതാൻ പറ്റും? നമുക്ക് y/b എന്ന് എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? cos സ്ക്വയർ രണ്ട് സൈഡിലും രണ്ട് ഇക്വേഷനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? cos square t = x²/a² എന്ന് കിട്ടും അല്ലെ. ആൻഡ് sin square t = y²/b². രണ്ട് ഇക്വേഷനെ സ്ക്വയർ ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. cos square t, ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? cos square t plus sin square t. സ്റ്റെപ്പുകളൊന്നും ഞങ്ങൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, നിങ്ങൾ എഴുതാട്ടോ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ cos square t plus sin square t കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്താൽ കിട്ടും നമുക്ക് x²/a² plus y²/b² കിട്ടും അല്ലെ. ബട്ട് cos square t plus sin square t എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് x²/a² plus y²/b². ശരിക്കും തിരിച്ച് ചെയ്താണെങ്കിൽ ശരിക്കും എന്താണ് ഇക്വേഷൻ? എന്താണ്? x²/a² plus y²/b² = 1. ഇതെന്താണ്? ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ. എന്താണ്? ഇക്വേഷൻ ഓഫ് an ellipse അല്ലെ. ഇക്വേഷൻ ഓഫ് an ellipse വിത്ത് സെന്റർ എന്തിനാണ്? വിത്ത് സെന്റർ 0 0 ആൻഡ് മേജർ ആക്സിസ് ഈസ് 2a ആൻഡ് മൈനർ ആക്സിസ് ഈസ് 2p. ഫെമിലിയർ ആയിട്ടുള്ളതാണ് നമുക്ക് എലിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മേജർ ആക്സിസ് മൈനർ ആക്സിസ് ഡീറ്റെയിൽ ആയിട്ട് എലിപ്സ് പറയുന്നില്ല. ജസ്റ്റ് ആ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണ്ടാവും. എലിപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എലിപ്സിന്റെ ഫോം അല്ലെ, സെന്റർ 0 0 ആയിട്ടുള്ളൊരു എലിപ്സ് ആണ് ഈ വരയ്ക്കുന്നത്. സെന്റർ 0 0 ആയിട്ടുള്ളൊരു എലിപ്സ്. ദിസ് ഈസ് സെന്റർ. ഓക്കെ, സെന്റർ ആണെങ്കിലോ മേജർ എ എന്ന് പറയുന്നത് മേജർ ആക്സിസ്, ഈ ഒരു നീളമാണ് എ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ്. അപ്പൊ a plus a എന്ന് പറഞ്ഞാൽ 2a. അതാണ് ഞാൻ പറഞ്ഞത് മേജർ ആക്സിസിന്റെ ലെങ്ത് 2a
ആൻഡ് ഈ ഒരു നീളമാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് എക്സ് എന്ന് പറയുന്നത് ബി പ്ലസ് ബി, ഇവിടെ മുതൽ ഇവിടം വരെയാണ് 2b. അങ്ങനെയാണ് ഇത് എലിപ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ എക്സ് ആക്സിസ് എ ആണ്, വൈ ആക്സിസ് 0. സോ ദിസ് ഈസ് ദ പോയിന്റ് A0. ഇതാണെങ്കിൽ ഇവിടെ ഇതെന്താണ്? എക്സ് ആക്സിസിൽ 0 ആണ്, വൈ ആക്സിസ് ബി ആണ്. സോ 0b. ദിസ് ഈസ് ദ പോയിന്റ്. ഇങ്ങോട്ട് മൈനസ് ആയിട്ട് അളക്കുകയാണെങ്കിൽ മൈനസ് A0. ദിസ് ഈസ് ദ പോയിന്റ് 0 മൈനസ് ബി. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചോദിച്ച് കാണാറ് ഈ നമ്മൾ എന്താണ് എലിപ്സിന്റെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്. ഇക്വേഷൻ ഓർത്ത് വെക്കണം. കുറേ ഡീപ്പിലേക്ക് പോകാനില്ല. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് എന്താണ്? x = a cos t, y = b sin t, where 0 ≤ t ≤ 2π. അപ്പോൾ നമ്മൾ 0 സർക്കിളിന്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ഇൻ ടേംസ് ഓഫ് പാരാമെട്രിക്കിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ മൂവ് ചെയ്യുക. 0 to 2π വരെ ഇങ്ങനെ മൂവ് ചെയ്ത് വരും. സർക്കിൾ ഈ ഒരു ഡയറക്ഷനിൽ, എലിപ്സ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. 2π കഴിഞ്ഞാൽ എന്തായും? ആംഗിൾ 2π കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ വീണ്ടും ഈ സെയിം ഫോമിന്, സെയിം എലിപ്സിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് എലിപ്സിന്റെ പാരാമട്രൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എലിപ്സിന്റെ ഒരു പാരാമെട്രിക് ഇക്വേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? x = a cos t, y = b sin t, where 0 ≤ t ≤ 2π. ഓക്കെ, നെക്സ്റ്റ് പാരാമട്രൈസേഷൻ ആണ്. കൺസിഡർ ദ പാരാമട്രൈസേഷൻ x = t, y = t², where -∞ t ∞. സോ ഇതുവരെ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, മെയിൻലി cos t sin t ഉള്ള ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി, നമുക്ക് അറിയുന്ന ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ അവിടെ എന്താണ് ടീനെ എലിമിനേറ്റ് ചെയ്തത് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം, ഇത് എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം. ഇതിനെങ്ങനെ നമുക്ക് ഒരു കാർട്ടീഷ്യൻ ഫോം, ഇതിൽ പാരാമെട്രിക് കർവ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയല്ലേ നമുക്ക് വേണ്ടത്. സോ ആദ്യം ഇതിന് നമുക്കൊരു കാർട്ടീഷ്യൻ ഫോമിലേക്ക് ചേഞ്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആ ഫോം കർവ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ given ഇക്വേഷൻസ് ഏതൊക്കെയാണ്? പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് x = t ആൻഡ് y = t² ആണ്. സോ y = t² അല്ലേ. t എന്നുള്ളിടത്ത് നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും? t എന്ന് പറഞ്ഞാൽ x ആണ്. സോ t² എന്നുള്ളിടത്ത് എന്ത് കൊടുക്കാം? നമുക്കപ്പോൾ x² എന്ന് പറയും. സോ സിംപ്ലി നമുക്ക് കിട്ടിയത് എന്താണ്? y = x² എന്ന്. ജസ്റ്റ് ടീനെ എലിമിനേറ്റ് ചെയ്യാം. ടി ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ടി ഉണ്ടെങ്കിൽ അതൊരു പാരാമെട്രിക് ഇക്വേഷൻ ആണ്. ടീനെ എലിമിനേറ്റ് ചെയ്താൽ ഇൻ ടേംസ് ഓഫ് എക്സിനും വൈയുള്ള ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ്. ഇതെന്താണ് ശരിക്കും? y = x² എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് an ഇക്വേഷൻ ഓഫ് പരാബോള അല്ലെ. നമുക്കറിയാവുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പരാബോളയുടെ ഇക്വേഷൻ ആണ് y = x² എന്ന് പറയുന്നത് ആണല്ലോ. ഇവിടെ നമുക്ക് ടിയുടെ റേഞ്ച് എന്താണ്? -∞ to +∞ ആണ്. -∞ നിന്ന് +∞ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടി എന്താണ് വരിക? ടിയും t² എന്നുള്ള ആ ഒരു കോർഡിനേറ്റ് അല്ലേ. -∞ to +∞ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെങ്ങനെ അപ്പിൽ നിന്ന് ആദ്യം ഡൗൺ ആവും, ദെൻ 0 എത്തും, ദെൻ ഡൗൺ ടു അപ്പ്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കർവ് മൂവ് ചെയ്യുന്നുണ്ടാവും. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് കാണിക്കുക, അല്ലെങ്കിൽ പാരാമെട്രിക് കർവ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ അതിനൊന്ന് കാർട്ടീഷ്യൻ ഫോമിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോമിലുള്ള കർവ് ആയിരിക്കും. മിനിമം ഒരു പരാബോള, അതല്ലെങ്കിൽ കർവ്, അതല്ലെങ്കിൽ എലിപ്സ്, അത്രയൊക്കെ ഉള്ളൂ നമ്മളോട് ചോദിക്കുക. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും കർവുകൾ മാത്രമേ ഉള്ളൂ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കർവാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സർക്കിളിന്റെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. സർക്കിളിന്റെ ഇക്വേഷൻ, പാരാമെട്രിക് ഇക്വേഷൻസ് എന്താണെന്നും അതിനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നതും അങ്ങനെ സർക്കിൾ വരയ്ക്കുന്നതൊക്കെ 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും സ്റ്റാൻഡേർഡ് ഫോമാണ് എലിപ്സിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത്. x = a cos t and y = b sin t, where 0 ≤ t ≤ 2π. ഓക്കെ, ദെൻ എപ്പോഴും ചോദിക്കുന്ന വേറെ ഒന്ന് ഈ പരാബോളയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പാരാമട്രൈസേഷൻ അറിഞ്ഞിരിക്കുക. ഈ എന്താണ് ചാപ്റ്റർ, ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് ഏത് മുകളാണ്, അങ്ങനത്തെ 1-2 പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
First question, the parametric equations for the motion of a particle in the xy plane are given below. Identify the particle's path by finding Cartesian equation for it. Okay, just നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ എഴുതാനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ടീനെ എലിമിനേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണെന്ന് എഴുതാം. അപ്പോൾ ജസ്റ്റ് ഗ്രാഫ് ഇറ്റൊന്നും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിരുന്നു എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത്. നിങ്ങൾ പോയിന്റ്സ് XY പോയിന്റ്സ് എടുത്തിട്ട് ചെയ്താലും ഓക്കെ, സെയിം ഗ്രാഫ് തന്നെയാണ് കിട്ടാതല്ല. ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കാർട്ടീഷ്യൻ ഫോമിൽ ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് കർവ് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നതാണ് ആ രീതിയിൽ കർവ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് x equal to 4t minus 1 and y is equal to t plus 2. y equal to t plus 2. ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷന് ടിയുടെ വാല്യൂ എന്താ കണ്ടിട്ട് അത് നെക്സ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ ഇവിടുന്ന് നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടി ഈസ് ഈക്വൽ ടു y മൈനസ് 2 എന്ന് എഴുതാം. ഏതാണല്ലോ ഈ വാല്യൂ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 1 പുട്ട് ചെയ്യുക, ടിക്ക് ഈ വാല്യൂ പുട്ട് ചെയ്യാം. പുട്ട് ഇക്വേഷൻ 2 in 1 we get എന്താ കിട്ടുക, x ഈക്വൽ ടു 4 ഇൻറ്റു ടിക്ക് പകരം y മൈനസ് 2 എന്ന് കൊടുക്കുമ്പോൾ 4 ഇൻറ്റു y മൈനസ് 2 മൈനസ് 1 എന്ന് കിട്ടും. 4t മൈനസ് 1 ആണ്. സോ ടി എന്നുള്ളടത്ത് നമ്മളിവിടെ y മൈനസ് 2 എന്ന് പുട്ട് ചെയ്തു. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 4y മൈനസ് 8 ഇവിടെ മൈനസ് 1 എന്ന് കിട്ടി. സോ x ഈക്വൽ ടു 4y മൈനസ് 9 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഇതെന്താണ്, സിംപ്ലി ഒരു ലൈനിന്റെ ഇക്വേഷനാണ്, ഒരു ലീനിയർ ഇക്വേഷനാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഈ x ഈക്വൽ ടു 4t മൈനസ് 1 y ഈക്വൽ ടു t പ്ലസ് 2 എന്നുള്ള പാരാമെട്രിക് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്, x ഈക്വൽ ടു 4y മൈനസ് 9 എന്നാണ്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനും കൂടെ പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വൈക്ക് ഏതെങ്കിലും വാല്യൂ കറസ്പോണ്ടിങ് എക്സിന് നമുക്ക് വാല്യൂ കിട്ടുമ്പോൾ XY പ്ലെയിനിൽ അത് കോർഡിനേറ്റ്സ് ആയിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് വരാം. അതല്ല ഇവിടെ നമ്മൾ ടിക്ക് നേരത്തെ നമ്മൾ വരച്ചപ്പോൾ ടി ഈക്വൽ ടു സം വാല്യൂ കൊടുക്കുക. അപ്പോൾ ടിക്ക് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് എന്താണ് വൈ എന്താണെന്ന് അങ്ങനെ കിട്ടും. അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, രണ്ട് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ വരയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കണം എങ്ങനെയാണെന്ന് മാത്രമാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഗിവൺ ദാറ്റ് x ഈക്വൽ ടു 2t പ്ലസ് 1 y ഈക്വൽ ടു t സ്ക്വയർ. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ടി എന്ത് കിട്ടും, ഹിയർ ടി ഈസ് ഈക്വൽ ടു 1 ഈ സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എക്സ് മൈനസ് 1 ബൈ 2 എന്ന് കിട്ടും അല്ലേ. ടി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ 2 എന്ന് കിട്ടും. ദെൻ ആ വാല്യൂ എന്ത് ചെയ്യുക, വൈ ഈക്വൽ ടു ടി സ്ക്വയർ എന്നുള്ളത് ടിക്ക് റീപ്ലേസ് ചെയ്യാം. നൗ y equal to t square implies that y equal to x minus 1 by 2 whole square. Then that is y equal to x minus 1 whole square by 4 and then so this is 4y is equal to x minus 1 whole square. So Cartesian equation corresponding to x equal to 2t plus 1 and y equal to t square is 4y is equal to x minus 1 whole square. Then next one, given parametric equations are x equal to 4 cos t, y equal to 2 sin t, where 0 less than or equal to t less than or equal to 2 pi. അല്ലേ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ ഒരു എലിപ്സിന്റെ ഫോർമുലയാണ് എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു ബി സൈൻ ടി എന്നുള്ള ആ ഒരു ഫോർമുലയാണ്. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ തന്നെ എഴുതാം കോസ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബൈ 4 എന്ന് എഴുതാം. ഇതിൽ നിന്ന് സൈൻ ടി ഈസ് ഈക്വൽ ടു വൈ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ദെൻ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് ബൈ 4 whole square plus
y by 2 whole square എഴുതാം. ബട്ട് എക്സ് cos square t plus sin square t is equal to 1 ആണ്. സോ ഇവിടെ നമുക്ക് എഴുതുമ്പോൾ നിങ്ങൾ എഴുതാൻ പറ്റും എക്സ് സ്ക്വയർ ബൈ 4 സ്ക്വയർ അല്ലേ. 16 പ്ലസ് y square by 4 is equal to 1. ഓക്കെ, സോ എന്താണ് ഒരു ഇക്വേഷൻ ഓഫ് an ellipse. So Cartesian equation corresponding to x equal to 4 cos t and y equal to 2 sin t is x square by 16 plus y square by 4 is equal to 1 എന്ന് കിട്ടും. സോ പാരാമെട്രിക് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നതാണ്, ഏതെങ്കിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കോസ് ടി സൈൻ ടി സീക് ടി ടാൻ ടി എന്നൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അവിടുന്ന് ടീനെ എലിമിനേറ്റ് ചെയ്യാം. അതല്ല നോർമൽ ഇക്വേഷൻസ് എന്താണ് ലീനിയർ ആയിട്ടോ നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണെങ്കിൽ അവിടുന്ന് ഒരു ഇക്വേഷന് എക്സ് എന്നോ വൈ എന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടീയിൽ എഴുതിയിട്ട് ആ ടീയുടെ വാല്യൂ നെക്സ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ടി എലിമിനേറ്റ് ചെയ്ത് കിട്ടും. ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ എന്താണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. തിരിച്ച് എങ്ങനെയാണ് നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് പാരാമെട്രിക്കിലേക്ക് ചേഞ്ച് ചെയ്യാന്നുള്ള ടൈപ്പ് പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഫോർ ഈച്ച് ഓഫ് ദി കേസ് വിത്ത് ദി ഫോളോയിങ് ഇക്വേഷൻസ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നുണ്ടാവും. സിമ്പിളായിട്ട് 1-2 ലൈനിൽ എഴുതാനുള്ളതുള്ളൂ ആൻസർ. അപ്പോൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഏത് രീതിയിലാണ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും കാർട്ടീഷ്യൻ ഫോം ആണ് തന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻസ് എഴുതുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ടിയിലുള്ളൊരു ഫംഗ്ഷൻ വേണം, വൈയും ഇൻ ടേംസ് ഓഫ് ടിയിലുള്ളൊരു ഫംഗ്ഷൻ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു ഫോം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് എലിപ്സിന്റെ ആ ഒരു ഫോം മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണെങ്കിൽ ഇതിനെങ്ങനെയാ പ്ലസ് സൈന് ശ്രദ്ധിക്കേണ്ടോ നിങ്ങൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലാക്കി എഴുതാം. എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലാണ് ഈ ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്കുള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. എക്സ് ഈക്വൽ ടു എ കോസ് ടി ആണെന്നും വൈ ഈക്വൽ ടു ബി സൈൻ ടി ആണെന്നും നമുക്കറിയാം. കേവൽ 0 t ടു π. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. ഈ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യുക. എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. എക്സ് സ്ക്വയർ മാത്രമാണ് ഇവിടെ, ബാക്കി 2x സ്ക്വയർ തന്നെയാണ്. ടേം മാറാൻ പാടില്ല. അപ്പൊ ഇവിടെ എന്താ ഇത് നമുക്ക് 2 സ്ക്വയർ ആക്കി എഴുതണം. അപ്പൊ 2 ഞങ്ങൾക്ക് എന്താ √2 ആക്കണം. അപ്പോൾ ഇതിനതാക്കിയാൽ 1/√2 സ്ക്വയർ എഴുതാം. ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഇക്വേഷൻ മാറുമോ നോക്കി. ഇക്വേഷൻ മാറില്ലേ നമുക്ക്. എക്സ് സ്ക്വയർ ബൈ 1/√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 എന്നാണ്. ശരിക്കും എക്സ് സ്ക്വയർ ബൈ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് 2x സ്ക്വയർ എന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇക്വേഷൻ മാറണമെന്നുള്ള ജസ്റ്റ് നമ്മൾ റീറൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ വൈ സ്ക്വയറിന് ഒന്നും ചെയ്യാനില്ല. വൈ സ്ക്വയറിന്റെ കൂടെ ഒന്നും വേണമെങ്കിൽ വൈ സ്ക്വയർ ബൈ 1 സ്ക്വയർ എന്ന് എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഓൾറെഡി ഉള്ളത് 1 തന്നെയാണ്. നമ്മൾ 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ജസ്റ്റ് എങ്ങനെ റീറൈറ്റ് ചെയ്തു? എക്സ് സ്ക്വയർ ബൈ 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 1 സ്ക്വയർ ഈക്വൽ ടു 1. ഇനി ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമുലല്ലേ ഇവിടെ. ഹിയർ എ ഈസ് ഈക്വൽ ടു എന്താണ്? 1/√2 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് parametric equations are എന്തൊക്കെയാണ് വരിക? ഈ ഒരു ഫോമിലാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ്
പാരാമെട്രിക് ഇക്വേഷൻ പറയുന്നത് x ഈക്വൽ ടു a cos t and y ഈക്വൽ ടു b sin t. അപ്പൊ ഇവിടെ ഈ കേസിൽ a എന്ന് പറയുന്നത് 1/√2 ആയതുകൊണ്ട് തന്നെ x ഈക്വൽ ടു 1/√2 cos t and y is equal to b sin t. b equal to 1 ആണ്, so 1 sin t. 0 less than or equal to t less than or equal to 2 pi. It is parametric equation എന്തൊക്കെ വന്നു? x equal to cos t by root 2, y equal to sin t, where 0 less than or equal to t less than or equal to 2 pi എന്ന് ആൻസർ കിട്ടി നമുക്ക്. ഇവിടെ നമ്മൾ ചെയ്തത് എക്സ്ട്രാ ആയിട്ട് ചെയ്തു എന്ന് പറയാനുള്ളത് ഈ ഒരു ഗിവൺ ഇക്വേഷനെ ഈ എലിപ്സിന്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് റീറൈറ്റ് ചെയ്തു. ഓക്കെ, x² + y² / b² ഈക്വൽ ടു 1 എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാട്ട് അവിടെ നിന്ന് എയും ബി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ദെൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് ചെയ്താൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ ഈ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇവൻ 16x² + 9y² ഈക്വൽ ടു 1 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇതിന് ഇതേ ഒരു ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 16x² നമുക്ക് x² / 16 ആക്കി എഴുതുമ്പോൾ 4² എന്നാണ് എഴുതുക. സോ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 1/4² എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണല്ലോ. 1/4² എന്ന് പറയുമ്പോൾ 1/16 ആണ്. സോ x² / 1/16 എന്ന് പറയുമ്പോൾ 16x² തന്നെയാണ് വരിക. then അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് y² / 9² എന്ന് പറയുമ്പോൾ 3² എടുക്കണം. സോറി, 9² ആക്കി എഴുതാന്ന് പറയുമ്പോൾ 3². സോ 1/3². റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ. ഓക്കെ, x² / 1/4² + y² / 1/3² ഈക്വൽ ടു 1. സോ ഇതിനെ നമ്മൾ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എ എന്താണ് കിട്ടുക? x² / a². a is equal to 1/4 and b is equal to 1/3 എന്ന് കിട്ടും. then the corresponding parametric equations are എന്തൊക്കെയാണ് കിട്ടി? x equal to a cos t അല്ലെ, 1/4 cos t by 4 and y is equal to b sin t by 0 is equal to t is equal to 2 pi. നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 4xy ഈക്വൽ ടു 1. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ ടേംസ് ഓഫ് ടിയിലുള്ള ഇക്വേഷൻ വേണം, വൈയും ഇൻ ടേംസ് ഓഫ് ടിയിലുള്ള ഇക്വേഷൻ വേണം, പാരാമെട്രിക് ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ ടി എന്ന് എടുക്കാം. ഇപ്പൊ പുട്ട് എക്സ് ഈക്വൽ ടു ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് വൈന് ഇൻ ടേംസ് ഓഫ് എക്സിൽ എങ്ങനെ എഴുതാൻ പറ്റും? y is equal to 1/4x എഴുതി കൂടെ? ഓക്കെ, y is equal to ഇവിടെ 1/4x എഴുതാം. ഓക്കെ, അപ്പൊ x equal to t എന്ന് പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? y equal to അപ്പൊ എന്ത് കിട്ടും? y equal to 1/14 കിട്ടി. സോ സിംപ്ലി the parametric equations corresponding to given Cartesian equation is എന്താണ്? x equal to t, y equal to 1/4. ഇത്ര എഴുതാനുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ ടി ആയിട്ട് പുട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ y is equal to 3x minus 2. സോറി, y equal to 3x minus 2. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ y ഇൻ ടേംസ് ഓഫ് എക്സിലാണ് നമുക്ക് തന്നിട്ടുള്ളത് തന്നെ. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? പുട്ട് x equal to t, then y എന്താണ്? y equal to 3t minus 2. hence the parametric equations corresponding to given Cartesian equation
given Cartesian equations are x equal to t, y equal to 3t minus 2. Okay, just നമ്മൾ x ന് t എന്ന് കൊടുത്തു, then y equal 3t minus 2. So the parametric equations corresponding to given Cartesian equation y equal to 3x minus 2 is given by x equal to t and y equal to 3t minus 2. The last question എന്താണ്? y equal to cos 2x. ഇതും സെയിം പാറ്റേൺ ആണ്. y in terms of x ആണ് ഓൾറെഡി തന്നിട്ടുള്ളത്. So put x equal to t and so y equal to നമുക്ക് എന്ത് കിട്ടി? y equal to cos 2t. Therefore, the parametric equations corresponding to given Cartesian equation are x equal to t and y equal to cos 2t. Okay. അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നമ്മൾ പാരാമെട്രിക് കർവ് എന്താണ് ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ദെൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന് പാരാമെട്രൈസേഷൻ ഓഫ് എ കർവും സർക്കിളും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് കുറച്ചും കൂടെ കർവാണ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. എലിപ്സിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് പറഞ്ഞു. ദെൻ പരാബോളയും പറഞ്ഞു. ദെൻ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം ആണെന്ന് പറയാനുള്ള ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാന്നുള്ളൂ. കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ അതിനെ പാരാമെട്രിക് ഫോമിലേക്ക് എങ്ങനെ ചെയ്യാം, തിരിച്ച് പാരാമെട്രിക് ഫോമിലാണ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഒരു കാർട്ടീഷ്യൻ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്.